ഇന്ന് രാവിലെ രാജ്ഭവന്റെ മുമ്പിലും ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുമ്പിലും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് വയനാടിനോട് കാണിക്കുന്ന ഏറ്റവും ക്രൂരമായ കേന്ദ്ര ഗവൺമെന്റ് സമീപനത്തിനെതിരായി വലിയ പ്രതിരോധം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീർത്തത്. അതൊരു ഭാഗമാണ്. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെ പ്രതിരോധത്തിലാക്കുന്നതിനു വേണ്ടിയുള്ള സാമ്പത്തിക പ്രതിരോധം തീർക്കാനുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തുകയാണ്. ഇതിനെല്ലാം നമുക്ക് അതിജീവിക്കാൻ സാധിക്കണം. നമുക്കറിയാലോ, ഈ കേരളത്തിൽ രണ്ടാം ടേം ഗവൺമെന്റ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വന്നു. അതിൻ്റെ ഗതിയെ ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാനാവുന്നില്ലെങ്കിൽ വി.ഡി. സതീശനും കോൺഗ്രസും UDF-ഉം തീരുമാനിക്കുന്നു, മനസ്സിലാക്കുന്നു, ഇതേപോലെ മുന്നോട്ടേക്ക് പോയാൽ ഇനി 5 കൊല്ലം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ 2026 ഏപ്രിലോ മെയ്യിലോ തെരഞ്ഞെടുപ്പ് നടന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ 2ാം ടേം കഴിഞ്ഞ് 3ാം ടേമിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികാരത്തിൽ വരാൻ കഴിയുന്ന സാഹചര്യം വരുമെന്ന് നമ്മളെക്കാളും മനസ്സിലാക്കുന്നത് UDF-ആണ്, BJP-ആണ്. അപ്പം എന്തേ വഴി ഒന്നിലും സഹകരിക്കാൻ പാടില്ല. ഒരു വികസന പ്രവർത്തനവും കേരളത്തിൽ നടത്താൻ അനുവദിക്കരുത്. ഏത് വികസന പ്രവർത്തനമുണ്ടോ അതിനെല്ലാം തുരങ്കം വെക്കണം. ഈ നിലപാടാണ് പ്രതിപക്ഷം ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ലോകത്തൊരു പ്രതിപക്ഷവും ഇങ്ങനെയല്ല. ലോകത്ത് ഏത് പ്രതിപക്ഷമായാലും ക്രിയാത്മക പ്രതിപക്ഷം എന്നാണ് അവർ പറയുക. ജനാധിപത്യ സമൂഹത്തിൽ ക്രിയാത്മകമായ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ വിമർശിക്കേണ്ടതിനെ വിമർശിക്കുക, അംഗീകരിക്കേണ്ടതിനെ അംഗീകരിക്കുക. ഇവിടെ എല്ലാം വിമർശനം. വിമർശനം എന്ന് മാത്രം പറഞ്ഞാൽ പോരെ, വിമർശനമല്ല, ഒരുതരം നശീകരണം. അതിൻ്റെ ഭാഷയും അതിൻ്റെ ബോഡി ലാംഗ്വേജും എല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചാൽ വി.ഡി. സതീശനും സുധാകരനും എല്ലാം കൂടി ചേർന്നുണ്ടാക്കുന്ന ഒരാശയ പ്രപഞ്ചം യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ്റിനെ ഒരിഞ്ച് മുന്നോട്ടേക്ക് പോകാൻ അനുവദിക്കാത്ത രീതിയിൽ നിഷേധാത്മകമായ നിലപാടാണ്. നമുക്ക് ആ നിലപാട് സ്വീകരിക്കാനാവില്ല. നമുക്ക് കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ആവനാഴിയിലുള്ള മുഴുവൻ ശേഷി ഉപയോഗിച്ച് 62 ലക്ഷത്തിലധികം വരുന്ന പാവപ്പെട്ടവർക്ക് 1600 രൂപ പ്രകാരം മാസമാസം പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കൊടുക്കണം. പണം കേന്ദ്രം തന്നില്ല എന്നുള്ളതുകൊണ്ട് മാത്രം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കഴിഞ്ഞ ഒരു കൊല്ലം മാത്രം നമുക്ക് 57,000 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് തന്നില്ല, ഒറ്റ കൊല്ലം. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിക്ക് അവരുടെ വിഹിതമായിട്ട് തരേണ്ട 7,000 കോടിയും തന്നില്ല. അപ്പോഴെത്രയായി? 57ഉം 7ഉം 64,000 കോടി. 64,000 കോടിയാണ് ഒറ്റ കൊല്ലം 2022-23 സാമ്പത്തിക വർഷം നമുക്ക് തരാതിരുന്നത്. ഇതിങ്ങനെ ഓരോ കൊല്ലവും തുടരുകയാണ്. നമുക്ക് തരേണ്ടുന്ന പണം തരാതിരിക്കുക, കടം വാങ്ങാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തരാതിരിക്കുക. നമ്മുടെ നാഷണൽ ഹൈവേക്ക് വേണ്ടി 6,000 കോടി രൂപയാണ് കിഫ്ബി പദ്ധതിയിലൂടെ ഈ കേരള ഗവൺമെൻറ് നാഷണൽ അതോറിറ്റിക്ക് കൊടുത്തത്, നാഷണൽ ഹൈവേ അതോറിറ്റിക്ക്. ഇന്ത്യയിൽ നാഷണൽ ഹൈവേ ഉണ്ടാക്കാൻ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനോടും ഒരു നയാ പൈസ കേന്ദ്ര ഗവൺമെൻറ് ചോദിച്ചു വാങ്ങിയിട്ടില്ല. ഒരേ ഒരു ഗവൺമെൻറ്റിനോട് മാത്രമേ അവർ പണം ആവശ്യപ്പെട്ടിട്ടുള്ളൂ ഭൂമി ഏറ്റെടുക്കാൻ. അത് കേരളത്തോട് മാത്രമാണ്. അത് ഇന്നലെ പാർലമെന്റിൽ പറഞ്ഞപ്പോൾ ആ കാര്യം സംബന്ധിച്ചിടത്തോളം നമുക്ക് പരിശോധിക്കാമെന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കാം. ഒന്നും പരിശോധിക്കില്ല എങ്കിലും പറഞ്ഞിരിക്കുകയാണ്. 6,000 കോടി കിഫ്ബി വഴിയാണ് നമ്മൾ കൊടുത്തത്. അതുകൊണ്ടാണ് ഈ നാഷണൽ ഹൈവേ അടുത്ത കൊല്ലം പൂർത്തിയാക്കാൻ സാധിക്കുന്ന രീതിയിൽ ഇപ്പോഴും പണി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2024 കഴിഞ്ഞ് 2025 ആകുമ്പോഴേക്ക് മിക്കവാറും റോഡ് പണി പൂർത്തിയാവും. നാഷണൽ ഹൈവേ 66 കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ സംഭവമായിരിക്കും. അത് സഖാവ് പിണറായി വിജയൻ ഗവൺമെൻറ് ഉണ്ടായിരുന്നില്ല എങ്കിൽ ആ നാഷണൽ ഹൈവേ 66 ഇല്ല. ഉമ്മൻചാണ്ടി പൂട്ടിമടക്കി ഫയൽ ഡൽഹിയിലേക്ക് തിരിച്ചയച്ചതാണ്. കേരളത്തിലെ ഗവൺമെൻറ്റാണ്, സഖാവ് പിണറായിയാണ് ഇച്ഛാശക്തിയോടുകൂടി ആ ഫയൽ തിരിച്ചു കൊണ്ടുവന്ന് ഫലപ്രദമായി അവരോട് ബാർഗൈൻ ചെയ്ത് നിങ്ങൾക്ക് പണം തന്നേ പറ്റൂ എങ്കിൽ ഞങ്ങൾ 25% പണം തരാം എന്ന് സംബന്ധിച്ച് കിഫ്ബി വഴി 6,000 കോടി കൊടുത്ത് നാഷണൽ ഹൈവേ 66 ഇപ്പോൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി പോവുകയാണ്.